ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട്. ആക്ച്വലി ഞങ്ങൾ വെക്കേഷന് പോയൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ വെക്കേഷനിൽ ഫാമിലി ആയിട്ട് ഡ്രീം വേൾഡിൽ പോയി. ആക്ച്വലി നല്ല രസമായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ വലിയ ആൾക്കാർക്ക് പറ്റിയ വലിയ റൈഡുകളൊന്നുമില്ല, ബട്ട് പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ റൈഡിലും കയറാം. അങ്ങനെ ഒരു പ്രത്യേകത ഡ്രീം വേൾഡിനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, അകത്തോട്ടങ്ങനെ കയറുവാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ലഗേജൊക്കെ എവിടെ വെക്കണം എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ ഒരു മത്സ്യകന്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. ജസ്റ്റ് കുറച്ച് നേരം ഫിഷസിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലത്തേക്ക് പോയി. ലോക്കറിൽ ഞങ്ങളുടെ ഐറ്റംസൊക്കെ വെച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. കാരണം റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ 10 o'clock ആവുന്നു. ഞങ്ങളൊരു 9 o'clock കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം അവിടെ എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവർ മെയിൻലി വാട്ടർ റൈഡാണ് അവരുടെ ലക്ഷ്യം. എന്നാലും വാട്ടർ റൈഡ് ഉച്ച കഴിഞ്ഞല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ ഇലക്ട്രിക് റൈഡെല്ലാം കയറണ്ടേ. അപ്പം ഞങ്ങൾ അതിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ആദ്യമേ തന്നെ ഞങ്ങൾ ഇലക്ട്രിക് റൈഡിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ആദ്യം ഞങ്ങൾ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടായിരുന്നു, അതിൽ കയറി. അതിന് മുന്നേ ഞങ്ങൾ ഇതിൽ കയറിയായിരുന്നു, അവിടെ 3D ഫിലിമിൽ. പക്ഷേ അവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ട്രെയിനിൽ കയറി. രസമായിരുന്നു. ഡ്രീം വേൾഡ് ഓൾ അറൗണ്ട് നമുക്ക് ആ ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്നൊക്കെയുണ്ട്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. ഇതായിരുന്നു കേട്ടോ ട്രെയിൻ. ഒരു അറൗണ്ട് 6 ബോഗീസ് പോലെയൊക്കെ ഉണ്ട്. സ്ലോയിലാണ് പോകുന്നത്. നല്ല രസമായിരുന്നു അതിനകത്തിരുന്ന്. ഫസ്റ്റ് തന്നെ പിള്ളേരൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലിരുന്നപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. കാരണം ആക്ച്വലി അത് വേവ് പൂളാണെന്ന് തോന്നുന്നു. വേവ് പൂളിൻ്റെ ബാക്കിൽ ഇങ്ങനെ മലയും കൂടി കണ്ടപ്പോഴേക്കും നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ റൈഡൊക്കെ ഞങ്ങൾക്ക് മേളിലിരുന്ന് കാണാം, എന്നൊക്കെ റൈഡുകളുണ്ട് എന്നൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത റൈഡിലോട്ട് കയറി. ഇത് പിള്ളേർക്ക് പറ്റിയ റൈഡായിരുന്നു കേട്ടോ. ഈ ചൂട്ടി കയറിയപ്പോഴേക്കും ആദ്യം അവൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാരുള്ള ധൈര്യത്തിലാണ് അവനിങ്ങനെ കയറിയത്. അവനും കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താവുമെന്നൊന്നും അവനും അറിയത്തില്ല. അവനോർത്തത് ഇങ്ങനെ ചുമ്മാ ആടിക്കൊണ്ടിരിക്കുന്ന റൈഡാന്നൊക്കെ പറഞ്ഞ് ആശാൻ കയറിയിരിക്കുന്നത്. ആദ്യം പതുക്കെയല്ലേ പോയേ. പിന്നെ ഇച്ചിരി സ്പീഡ് കൂടിയപ്പോഴേക്കും പക്ഷെ ആൾ എൻജോയ് ചെയ്തു കേട്ടോ. അവനും ചേച്ചിമാരും പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേർക്ക് പറ്റിയതാ ഈ സ്ഥലം. ഈ റൈഡ് ഞങ്ങൾക്കും കൂടി കയറാൻ പറ്റുന്ന റൈഡാണ് കേട്ടോ. ആഴ്ചയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. കയറി കഴിഞ്ഞപ്പോൾ അയ്യോ ചെറുതായിട്ടൊന്ന് മേടിച്ചു നോക്കണം. നല്ല രസമായിരുന്നു കേട്ടോ. ഈ റൈഡിൽ കൊച്ചിനെ കയറ്റില്ല കേട്ടോ. അപ്പോൾ അവന് കൂട്ടായിട്ട് അമ്മയും നിന്നു. അമ്മയും കയറിയില്ല. അപ്പോൾ ഞാനും ചേട്ടായും പിള്ളേർ രണ്ടുപേരും അവരും കയറിയായിരുന്നു. രസമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത റൈഡ് ഇങ്ങനെയായിരുന്നു. ഈ റൈഡായിരുന്നു. കയ്യിലിങ്ങനെ ഇരുന്നിട്ട്
രസമായിരുന്നു. ഇങ്ങനെ ആദ്യം പതുക്കെ പോവും, പിന്നെ ഒരു ഇച്ചിരി സ്പീഡിലും അതിൽ കൊച്ചും കയറി കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കറങ്ങുന്ന കാരണം അമ്മയ്ക്ക് കയറാൻ പറ്റാൻ കാരണം അമ്മ കയറിയില്ല. ഇത് ആദ്യം പതുക്കെയൊക്കെ തന്നെയായിരുന്നു, പിന്നെയാണ് ഒരു ഇച്ചിരി ഇങ്ങനെ സ്പീഡ് കൂടി വന്നത്. ഈ റൈഡ് ഒരു ക്യൂട്ട് റൈഡായിരുന്നു കേട്ടോ, ഒരു പുഴുവിൻ്റെ റൈഡായിരുന്നു. അതുങ്ങൾ കയറിയിട്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ചിരിമത് രസമായിരുന്നു കേട്ടോ. അതിങ്ങനെ പോകുന്ന കാണാനും വേദി ചെയ്ത് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവർ അതിനകത്ത് ഇരുന്നിട്ട് അവരിങ്ങനെ കുലുങ്ങി 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 നല്ല പ്രത്യേക ഭംഗിയായിരുന്നു ഈ ഒരു റൈഡ് കാണാൻ. അത് കഴിഞ്ഞ് ഇങ്ങനെ ജംഗിൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ അനിമൽസിനെയൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ കയറി കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൈഡിലൊക്കെ കയറിയിട്ട് നേരെ സ്നോയിലോട്ടാണ് പോയത്. സ്നോയിൽ പോയി സ്നോ കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്ടർ റൈഡിലോട്ട് കയറി കേട്ടോ. വാട്ടർ റൈഡിലോട്ട് കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ, സോറി. അത് കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർ റൈഡിലൊക്കെ കയറി, അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ 3Dയിൽ കയറി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 6:30 കഴിഞ്ഞു ഐ തിങ്ക് 7 o'clock ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രീം വേൾഡിനോട് ബായൊക്കെ പറഞ്ഞ് ഡ്രീം വേൾഡിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി പിള്ളേർ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടികളായിട്ട് ഡ്രീം വേൾഡിൽ പോകണം കേട്ടോ. ആക്ച്വലി വണ്ടർലയിലൊക്കെ വലിയ ആൾക്കാർക്കും കൂടി പറ്റിയ റൈഡ്സൊക്കെ ഉള്ളത്, പക്ഷേ കുഞ്ഞുങ്ങൾ മിക്കതിലും പൊക്കമൊക്കെ വെച്ച് കയറ്റത്തില്ല. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റിയ എല്ലാ റൈഡിലും മാക്സിമം കുഞ്ഞുങ്ങൾക്ക് കയറാം കേട്ടോ. ഇത് എത്ര തവണ വേണമെങ്കിലും കയറാമല്ലോ. അപ്പോൾ ഞങ്ങൾ ബൈ ബൈ ഡ്രീം വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ച് പോന്നു. അപ്പോൾ ലൊക്കേഷൻ പറയാൻ ഞാൻ മറന്നുപോയല്ലോ, ചാലക്കുടിയിലാണ് കേട്ടോ ഡ്രീം വേൾഡുള്ള. അപ്പോൾ മാക്സിമം എല്ലാവരും പോണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.